നമസ്കാരം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് ഇന്നിവിടെ ഞാൻ പ്രസൻറ്റ് ചെയ്യുക. കഴിഞ്ഞ 3 ക്ലാസ്സിലൂടെയും നമ്മൾ എന്താണ് ചാർജിൻ്റെ പ്രോപ്പർട്ടീസ്, എങ്ങനെ ഒരു ബോഡിയെ ചാർജ് ചെയ്യാമെന്നുള്ള 3 മെത്തേഡ്സ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഒരു ഉപകരണത്തെക്കുറിച്ചും പിന്നെ അതുപോലെ തന്നെ ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കുന്ന കൂളംബ്സ് ലോയെ കുറിച്ചുമാണ് ഈ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നത്. ആദ്യമേ തന്നെ ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു ബോഡി ചാർജ്ഡ് ആണോ അല്ലയോ എന്ന് കണ്ടെത്തുന്ന ഒരു ഇൻസ്ട്രുമെന്റ്, അതാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. എന്താണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, an apparatus to detect charge on a body. It is the gold leaf electroscope. ഒരു ബോഡി ചാർജ്ഡ് ആണോ അല്ലയോ, അല്ലെങ്കിൽ ഒരു ബോഡി പോസിറ്റീവ് ചാർജ്ഡ് ആണോ നെഗറ്റീവ് ചാർജ്ഡ് ആണോ അല്ലെങ്കിൽ ന്യൂട്രൽ ആണോ എന്ന് കണ്ടെത്തുന്ന ഒരു ഉപകരണമാണ് ഈ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞൊരു എക്സാമ്പിൾ ഇതായിരുന്നു. ഒരു ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ ഒരു സിമ്പിൾ, ആ ഗ്ലാസ് റോഡ് മറ്റു വസ്തുക്കളെ അട്രാക്ട് ചെയ്തപ്പോഴാണ് അത് ചാർജ്ഡ് ബോഡിയാണെന്ന് നമ്മൾ അറിഞ്ഞു. പക്ഷെ ഇവിടെ നമ്മൾ അതിന് ഒരു അപ്പാരറ്റസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്? ഇറ്റ് ഈസ് ആൻ അപ്പാരറ്റസ് ടു ഡിറ്റക്ട് ദ ചാർജ് ഓൺ എ ബോഡി. അതായത് ഒരു ബോഡി ചാർജ്ഡ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത്, അതോടൊപ്പം തന്നെ ആ ബോഡി പോസിറ്റീവ് ചാർജ്ഡ് ആണോ നെഗറ്റീവ് ചാർജ്ഡ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നതുമായിട്ടുള്ള ഒരു അപ്പാരറ്റസ് ആണ് ഈ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പ്രസന്റേഷനിൽ നിന്ന് നേരെ ക്ലാസ്സിലേക്ക് വരികയാണ്. ഒരു വൈറ്റ് ബോർഡിന്റെ സഹായത്തോടുകൂടി എന്താണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വീണ്ടും ഈ പ്രസന്റേഷനിലേക്ക് വരാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്നുള്ളത് നമ്മൾ പറയുകയാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ഒരു പുതിയ അപ്പാരറ്റസ് ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. എന്താണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്നുള്ളത് ആദ്യം ഞാൻ പറഞ്ഞു. It is a device used for detecting the presence of charge on a body. ഒരു ബോഡിയുടെ ചാർജിന്റെ പ്രസൻസിനെ അറിയുന്ന ഒരു അപ്പാരറ്റസ് ആണ് നമ്മൾ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ ഒരു സിമ്പിൾ, ഗ്ലാസ് റോഡ് മറ്റു വസ്തുക്കളെ അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ബോഡി ചാർജ്ഡ് ആണെന്ന് പറയും. അതുപോലെ ഒരു ഡിവൈസ് നമ്മളിവിടെ പറയുകയാണ്. ആ ഗ്ലാസ് റോഡ് ചാർജ്ഡ് ആണോ പോസിറ്റീവ് ചാർജ്ഡ് ആണോ നെഗറ്റീവ് ചാർജ്ഡ് ആണോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഉപകരണം. അതിനായി നമ്മൾ ഇവിടെ അതിൻ്റെ ഒരു ഡ്രോയിങ് വരച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ഒരു ഗ്ലാസ് ജാറാണ്. സാധാരണ നമ്മളുടെ വീടുകളിലുള്ള പോലത്തെ ഒരു ഗ്ലാസ് ജാറ്. അതിനൊരു മൗത്ത് ഉണ്ട്, ഒരു കഴുത്തുണ്ട്. ആ കഴുത്തിലൂടെ നമ്മളൊരു മെറ്റൽ റോഡ് ഡിപ്പ് ചെയ്തിരിക്കുക, ഇറക്കി വെച്ചിരിക്കുകയാണ്. അതൊരു കോർക്കുമായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് ജാറ്, ആ ഗ്ലാസ് ജാറിലൂടെ അതിൻ്റെ വായിലൂടെ ഒരു മെറ്റൽ റോഡ്, അതൊരു കോർക്കുമായിട്ട്, ഈ കാണുന്നതാണ് നമ്മുടെ കോർക്കുമായിട്ട് ടൈറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഈ ഗ്ലാസ് ജാറിന്റെ ഒരു എൻഡില്, മുകളിലുള്ള എൻഡില് നമ്മളൊരു മെറ്റാലിക് സിലിണ്ടർ, ഒരു മെറ്റലിന്റെ സിലിണ്ടർ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് ചാർജ്ഡ് ബോഡിയെ ടച്ച് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളത് ആ ഒരു മെറ്റൽ സിലിണ്ടർ ഉറപ്പിച്ചു വെച്ചിരിക്കുക. ഗ്ലാസ് ജാറിനുള്ള എഡ്ജിൽ, അറ്റത്ത് നമ്മൾ ഒരു തിൻ ഷീറ്റ് ഓഫ് ഗോൾഡ്,
ഗോൾഡിൻ്റെ ഒരു ലീഫ് മോഡലിലുള്ള ഒരു ഷീറ്റ്, വളരെ തിന്നായിട്ടുള്ള ഷീറ്റ്, അതിനാണ് നമ്മൾ ഗോൾഡ് ലീഫ് എന്ന് പറയുന്നത്. ഒരു ഗോൾഡ് ലീഫ് നമ്മൾ ഇങ്ങനെ മടക്കി ഇതിൻ്റെ ഒരു എഡ്ജിലായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന രണ്ട് ലീഫാണ് ഗോൾഡിൻ്റെ, രണ്ട് ലീഫാണ്. ഇത്രയുമാണ് ഒരു അപ്പാരറ്റസിൽ വരിക. എന്തൊക്കെയാണെന്ന് കൂടി പറയാം. ഒരു ഗ്ലാസ് ജാറ്, ആ ഗ്ലാസ് ജാറിൻ്റെ വായിലൂടെ നമ്മളൊരു മെറ്റൽ റോഡ്, ആ മെറ്റൽ റോഡ് ഒരു കോർക്ക് വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. ആ മെറ്റൽ റോഡിൻ്റെ മുകൾ ഭാഗം ഒരു മെറ്റാൽ സിലിണ്ടർ കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ താഴെയുള്ള ഗ്ലാസ് ജാറിനകത്തുള്ള ഭാഗം ഒരു ഗോൾഡ് ലീഫ്, അതായത് ഒരു ലീഫ് ആകൃതിയിലുള്ള തിൻ ഷീറ്റ് ഓഫ് ഗോൾഡ് രണ്ട് പീസായിട്ട് ഇങ്ങനെ നമ്മളൊരു ലീഫിൻ്റെ രീതിയിൽ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നത്. ഇത്രയുമാണ് ഒരു അപ്പാരറ്റസ്. ഇനി ഈ അപ്പാരറ്റസിൽ ഒരു ചാർജ്ഡ് ബോഡി നമ്മളിവിടെ കാണിച്ചിട്ടുള്ള ഒരു പോസിറ്റീവ് ചാർജ്ഡ് ബോഡിയാണ്. ഈ പോസിറ്റീവ് ചാർജ്ഡ് ബോഡി ഈ മെറ്റൽ ഡിസ്കുമായിട്ട് നമ്മൾ കോണ്ടാക്റ്റിൽ വരുത്തുകയാണ്. നമുക്കറിയാം, ഈ പോസിറ്റീവ് ചാർജ് ഈ മെറ്റൽ സിലിണ്ടറുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടക്ഷൻ പഠിച്ചിട്ടുള്ളതാണ്. കണ്ടക്ഷൻ പ്രോസസ്സ് വഴി ഇതിലുള്ള പോസിറ്റീവ് ചാർജസ് നേരെ ഈ മെറ്റൽ സിലിണ്ടറിലേക്ക് ഫ്ലോ ചെയ്യും. ഈ പോസിറ്റീവ് ചാർജ് എല്ലാം ഈ മെറ്റൽ റോഡിലൂടെ ഫ്ലോ ചെയ്ത് ആദ്യത്തെ ലീഫിലും രണ്ടാമത്തെ ലീഫിലും വന്ന് നിറയും. നമുക്കറിയാം, ഈ രണ്ട് ലീഫും പോസിറ്റീവ് ചാർജിലാണ്. ഇപ്പോഴും ലൈറ്റ് ചാർജസ് എപ്പോഴും റിപ്പൽ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഈ രണ്ട് ലീഫും പോസിറ്റീവ് ചാർജ് ആവുന്നതോടുകൂടി ഈ രണ്ട് ലീഫും പരസ്പരം റിപ്പൽ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പൊ നമ്മളുടെ ചാർജ് എത്ര കണ്ട് കൂടുന്നു അത്ര കണ്ട് ഈ ലീഫ് തമ്മിലുള്ള സെപ്പറേഷനും കൂടി കൂടി വരും. അത് പോസിറ്റീവ് ചാർജിന് പകരം നെഗറ്റീവ് ചാർജ് റോഡാണെങ്കിലും ഈ നെഗറ്റീവ് ചാർജ് എല്ലാം നേരെ ഈ മെറ്റൽ റോഡിലൂടെ ഫ്ലോ ചെയ്യുകയും ഈ രണ്ട് ലീഫും നെഗറ്റീവ് ചാർജിലാവുകയും ഇതിങ്ങനെ സെപ്പറേറ്റഡ് ആവുകയും ചെയ്യും. അങ്ങനെ ഈ ബോഡി ചാർജിലാണെങ്കിൽ ഇവിടെ ലീഫ് സെപ്പറേറ്റ് ചെയ്യും. എത്രത്തോളം ലീഫ് സെപ്പറേറ്റ് ചെയ്യുന്നോ അത്രത്തോളം കൂടുതൽ ആ ബോഡി ചാർജിലാണെന്നുള്ളതാണ് കിട്ടുക. ഇങ്ങനെയാണ് നമ്മൾ ഒരു ബോഡി ചാർജിലാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുക. ഇനി രണ്ടാമത്തെ കേസ്, നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബോഡി പോസിറ്റീവ് ചാർജിലാണോ നെഗറ്റീവ് ചാർജിലാണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അതിനുവേണ്ടി നമ്മൾ ഈ ചാർജ്ഡ് ബോഡിയെ നമ്മൾ ഇവിടുന്ന് മാറ്റുന്നു. ഇപ്പോൾ ഇലക്ട്രോസ്കോപ്പ് പോസിറ്റീവ് ചാർജിലായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മൾ ഒരു ബോഡിയെ, അത് നെഗറ്റീവ് ചാർജ്ഡ് ബോഡിയാണെന്ന് വിചാരിക്കുക, ആ നെഗറ്റീവ് ചാർജ്ഡ് ബോഡിയെ ഈ മെറ്റൽ ഡിസ്കുമായിട്ട് കോണ്ടാക്റ്റിൽ വരുത്തുന്നു. ഓട്ടോമാറ്റിക്കലി ഈ നെഗറ്റീവ് ചാർജിലുള്ള ഇലക്ട്രോൺസ് നേരെ ഈ മെറ്റൽ റോഡിലേക്ക് പ്രവേശിക്കും. കുറേ ചാർജസിനെ, ഈ ലീഫിലുള്ള കുറേ പോസിറ്റീവ് ചാർജസിനെ അത് ന്യൂട്രലൈസ് ചെയ്യും. എന്ന് വെച്ചാൽ ഈ ലീഫിലുള്ള പോസിറ്റീവ് ചാർജിൻ്റെ എണ്ണം കുറയുകയും ആ സെപ്പറേഷൻ കുറഞ്ഞ് ആ ലീഫ് വളരാണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ബോഡി നെഗറ്റീവ് ചാർജിലാണെങ്കിൽ സെപ്പറേഷൻ ഓഫ് ദ ലീഫ്സ് ഡിക്രീസ് ചെയ്യും. ഇനി നേരെ മറിച്ച് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ബോഡി പോസിറ്റീവ് ചാർജ് തന്നെയാണെങ്കിലോ വീണ്ടും ഇവിടെ പോസിറ്റീവ് ചാർജസിന്റെ എണ്ണം കൂടുകയും ഈ സെപ്പറേഷൻ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന ബോഡി, ഇനി അൺചാർജ്ഡ് ബോഡി ആണെങ്കിലോ യാതൊരു ചാർജും ഇല്ലാത്തൊരു ബോഡി ആണെങ്കിലോ ഈ ലീഫ് എങ്ങനെയാണോ നിന്നിരുന്നത് ആ പൊസിഷനിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ബോഡി അൺചാർജ്ഡ് ആണോ പോസിറ്റീവ് ചാർജിലാണോ നെഗറ്റീവ് ചാർജിലാണോ എന്ന് ഈ ഇലക്ട്രോസ്കോപ്പ് വഴി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്, ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ ഡിറ്റക്ടിങ് ദ പ്രസൻസ് ഓഫ് ചാർജ് ഓൺ എ ബോഡി. ഒരു ബോഡി ചാർജിലാണോ അല്ലയോ, അത് പോസിറ്റീവ് ചാർജിലാണോ നെഗറ്റീവ് ചാർജിലാണോ അഥവാ ന്യൂട്രൽ ആണോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഉപകരണമാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. താങ്ക് യു.
നമ്മൾ ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഡിവൈസിനെ കുറിച്ച് പഠിച്ചു. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾസ്, ഒരു ചാർജ്ഡ് ബോഡിയുടെ ചാർജ് ഡിറ്റക്ട് ചെയ്യുന്ന ഒരു ഉപകരണമായിരുന്നു ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളൊരു വീഡിയോ ഷെയർ ചെയ്യുകയാണ്. ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്ന എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി കുറച്ചുകൂടി ക്ലിയർ ആവുന്നതിന് വേണ്ടി നമ്മൾ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമേ നമ്മളൊരു ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് ആൻഡ് അപ്പാരറ്റസ് ടു ഡിറ്റക്ട് ദി ചാർജ് ഓൺ എ ബോഡി എന്ന് പറഞ്ഞു. ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു. The gold leaf electroscope. The gold leaf electroscope consists of a brass rod with a brass disc at its top and with two gold leaves, strips of cut metal foil at the other end. The rod is inserted through a rubber or plastic stopper into a glass container. The tin foil inside and the wooden base make the electroscope more effective. Uses of the gold leaf electroscope: to detect and measure the charge on a body. The body to be tested is touched to the brass disc of an uncharged electroscope. If the body is charged, the leaves of the electroscope diverge. The amount of divergence of the leaves is a measure of the amount of charge on the body. To find the nature of charge on a body. For this, it is first necessary to charge the electroscope positively or negatively. This is done by touching the brass disc of the electroscope with a positively or negatively charged body. The leaves acquire the same charge as on the charged body and diverge. Let us assume that the electroscope is negatively charged. Now, bring the body to be tested close to the brass disc of the electroscope. If the divergence of the leaves increases, it has the same charge as the electroscope. That is negative in this case. If the divergence of the leaves decreases, it has the opposite charge as on the electroscope. That is positive charge in this case. ഓക്കെ, നമ്മൾ ഒരു ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു. എന്താണ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നതെന്ന് വെച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു ലോയാണ് കൂളംസ് ലോ എന്ന് പറയുന്ന ഒരു ലോ. അപ്പോൾ എന്താണ് കൂളംസ് ലോ എന്നുള്ളത് നമ്മൾ പറയുകയാണ്. അത് ഒരു പ്രസൻറ്റേഷനോട് കൂടി തന്നെ നമുക്ക് പറയാം എന്താണ് കൂളംസ് ലോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ടോപ്പിക് ആരംഭിക്കുകയാണ്, കൂളംസ് ലോ. നമ്മൾ എന്താണ് കൂളംസ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു കാര്യമാണ്. ഒരു ചാർജ് പാർട്ടിക്കിൾസ് അത് ലൈറ്റ് ചാർജസ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, അൺലൈറ്റ് ചാർജസ് ആണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും എന്നുള്ള ഒരു കേസ് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ ലൈറ്റ് ചാർജസ് എപ്പോഴും റിപ്പൽ ആൻഡ് അൺലൈറ്റ് ചാർജസ് എപ്പോഴും അട്രാക്റ്റ് എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞത്. നമ്മൾ ആ ഒരു കേസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ചാർജസ് എന്നുള്ളത് പറയാൻ വേണ്ടി പോവുകയാണ്. അപ്പം എന്തായാലും നമുക്കൊരു കാര്യം അറിയാം, ലൈറ്റ് ചാർജസ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, അൺലൈറ്റ് ചാർജസ് ആണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും എന്ന് പറയും. എന്താണെങ്കിലും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ഈ രണ്ട് ചാർജസും തമ്മിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ പഠിച്ചത്. ആ ഫോഴ്സ് എത്രയാണ്
എന്ന് പറയുന്നതാണ് കൂളംസ് ലോ. കൂളംസ് ലോ കാണാൻ വേണ്ടി കൂളംസ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിന്റ് ഇലക്ട്രിക് ചാർജസ് ആണ്. അപ്പോൾ എന്താണ് പോയിന്റ് ചാർജ് എന്ന് ചോദിച്ചത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇലക്ട്രോണിനെ നമ്മളൊരു സ്ഥലത്ത് വയ്ക്കുന്നു. ഇലക്ട്രോൺ വളരെ ചെറിയൊരു ഒബ്ജക്റ്റ് ആണ്. ആ ഇലക്ട്രോൺ ഇരിക്കുന്ന സ്ഥലം വളരെ ചെറിയൊരു സ്ഥലമാണ്. അത് നമുക്കൊരു പോയിന്റ് ആയിട്ട് ഇമാജിൻ ചെയ്യാം. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഒരു സ്ഥലത്തിരിക്കുന്നു, കുറച്ച് ഡിസ്റ്റൻസ് മാറി അടുത്തൊരു പ്രോട്ടോൺ ഇരിക്കുകയാണെങ്കിൽ ഈ രണ്ട് പ്രോട്ടോണിനെയും ഇലക്ട്രോണിനെയും നമുക്ക് 2 പോയിന്റ് ചാർജ് എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം. പക്ഷെ എന്നാൽ ആക്ച്വലി അങ്ങനെ അല്ല പോയിന്റ് ചാർജിന്റെ കോൺസെപ്റ്റ്. ഇപ്പൊ നമ്മളൊരു ഫുട്ബോളിന്റെ വലിപ്പമുള്ള അല്ലെങ്കിൽ വലിയൊരു മെറ്റൽ ബോൾ നമ്മൾ ചാർജ്ഡ് ബോഡി എടുക്കുക, അത് നമ്മളൊരു ഒരു സ്ഥലത്ത് വെച്ചു. ആ സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ അകലെ മറ്റൊരു ഇതുപോലത്തെ മെറ്റാലിക് ഫുട്ബോൾ നമ്മൾ പ്ലേസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ഒരു ഫുട്ബോളിന്റെ അടുത്ത് നിന്ന് ആ അറ്റത്തുള്ള ഫുട്ബോളിലേക്ക് നോക്കിയാൽ അതൊരു വേറൊരു ചെറിയൊരു പോയിന്റ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ തിരിച്ചു നമുക്ക് ചെയ്യും. ആ ഒരു കേസിൽ ആ മെറ്റൽ ബോളിന്റെ സൈസും ആ ഡിസ്റ്റൻസും കമ്പയർ ചെയ്യുമ്പോൾ ആ മെറ്റൽ ബോൾ വളരെ ചെറുതാണ്. ദാറ്റ് മീൻസ് അതിന് നമ്മൾ ഒരു പോയിന്റ് ചാർജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആ ഒബ്ജക്റ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണെങ്കിൽ അതൊരു പോയിന്റ് ചാർജ് ആയിട്ട് എടുക്കാം. കുറെ കൂടി എളുപ്പത്തിൽ നമ്മളുടെ ഇവിടെ പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരു പോയിന്റിൽ, അതായത് ഒരു ഇലക്ട്രോൺ ഒരു സ്ഥലത്ത് വയ്ക്കുന്നു, ആ സ്ഥലത്തിന് നമുക്കൊരു പോയിന്റ് എന്ന് പറയാം. അപ്പോൾ ആ ഇലക്ട്രോൺ നമുക്കൊരു പോയിന്റ് ചാർജ് എന്ന് വിളിക്കാം. ഒരു 6 ഡിസ്റ്റൻസിൽ നമ്മൾ മറ്റൊരു പ്രോട്ടോണിനെയോ വയ്ക്കുന്നു. ഇത് തമ്മിൽ ഈ 2 പ്രോട്ടോണും ഇലക്ട്രോണും ഇരിക്കുന്ന സ്ഥലത്തെ നമുക്ക്, അല്ലെങ്കിൽ ആ 2 ചാർജസിന് നമുക്ക് പോയിന്റ് ചാർജസ് എന്ന് വിളിക്കാം. ഇവിടെ കൂളംസ് ലോ പറയുന്നത് ഈ 2 പോയിന്റ് ചാർജസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഹെഡിങ്ങിൽ എഴുതിയിരിക്കുക കൂളംസ് ലോ പറയുന്നത് ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ കൂളംസ് ലോ എന്താണെന്നുള്ളത് ആദ്യം പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഡെഫിനിഷൻ ഉണ്ട്. ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജ്. അപ്പൊ കൂളംസ് ലോ തരുന്ന ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ എന്ന് വെച്ചാൽ അത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആവാം, അല്ലെങ്കിൽ അത് റിപ്പൾഷൻ ആവാം. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ചാർജസ്. അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും, അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അട്രാക്ഷൻ ആയിരിക്കും. എന്താണെങ്കിലും there is a force. ഈ ഫോഴ്സ് എത്രയാണ് എന്ന് പറയുന്നതാണ് കൂളംസ് ലോ. അതിനുവേണ്ടി നമുക്ക് 2 ചാർജസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ ഒരു Q1 എന്ന് പറയുന്ന ഒരു ചാർജിനെ കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ തൊട്ടടുത്തായിട്ട് Q2 എന്ന് പറയുന്ന ഒരു ചാർജിനെ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ Q1ഉം Q2ഉം ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ആവാം. എന്തായാലും ഒരു പോയിന്റ് ചാർജസ് ആണ്. 2 പോയിന്റിൽ ഇരിക്കുന്ന 2 പോയിന്റ് ചാർജസ് ആണ്. ഇത് തമ്മിൽ നമ്മളൊരു 6 ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ Q1ഉം Q2ഉം തമ്മിൽ 6 ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കൂളംസ് ലോ പറയുന്നത് ഈ 6 എന്ന് പറയുന്ന ആ സ്ട്രെയിറ്റ് ലൈനിലെ ഒരു ഫോഴ്സ് വിൽ ആക്ട് ചെയ്യും. ഫോഴ്സ് ഒരിക്കലും ചരിഞ്ഞോ വളഞ്ഞൊന്നുമില്ല, അലോങ് ദാറ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ആക്ട് ചെയ്യുക. അത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണോ റിപ്പൾഷൻ ആണോ എന്നുള്ളത് ചാർജസിന്റെ സ്വഭാവത്തിന് തീരുമാനിക്കും. ഇപ്പൊ കൂളംസ് ലോ പറയുന്ന ഇതാണ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ് ചാർജസ് Q1 and Q2 which is directly proportional to the product of the charges. എന്നുവെച്ചാൽ Q1 വലുതും Q2 ചെറുതും ആണെങ്കിലും ആ ഫോഴ്സ് വലുതായിരിക്കും. അല്ല Q1 ചെറുത് Q2 വലുത്, അപ്പൊ ഏതെങ്കിലും ഒരു ചെറുത് വലുതായ ആ ഫോഴ്സും വലുതായിരിക്കും എന്നർത്ഥം. സോ ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. സോ F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2 അങ്ങനെയാണ് നമ്മൾ പറയുക. ആൻഡ് അഗെയിൻ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, കണ്ടോ, ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ നമ്മൾ എങ്ങനെ എഴുതുക?
ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r². അതായത് ഡിസ്റ്റൻസ് കൂടുന്തോറും ഈ ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് കുറഞ്ഞു വരും. അതെങ്ങനെ കുറയും? ഡിസ്റ്റൻസ് 2 കൂടിയാൽ ഫോഴ്സ് 4 കുറയും. ഇതാണ് 2 ഫാക്ടേഴ്സ്. അപ്പൊ എന്തൊക്കെയാണ്? ആദ്യം ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ്, ഈ 2 പോയിന്റ് ചാർജസിന്റെ ജോയിൻ ചെയ്യുന്ന ആ ലൈനിലൂടെ, ആ സ്ട്രെയിറ്റ് ലൈനിലൂടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൾഷനോ 2 കാര്യങ്ങൾ ആദ്യം ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞത് എന്തിനൊക്കെയാണ്? ആ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് ഓഫ് ദി ചാർജസിന്. മറ്റൊന്ന്, ആ രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ആ ഡിസ്റ്റൻസ് കൂടിയാൽ ഫോഴ്സ് കുറയുന്ന. മൂന്നാമതൊരു ഫാക്ടറും കൂടിയുണ്ട്, ഒരു മീഡിയം. 3 ഫാക്ടേഴ്സിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുക. ഒന്ന് പ്രോഡക്റ്റ് ഓഫ് ദി ചാർജസ്, മറ്റൊന്ന് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി 2 ചാർജസ്, മൂന്നാമത്തേത് ഇതിരിക്കുന്ന മീഡിയം. പൊതുവെ നമ്മൾ സാധാരണ ഇത് വെക്കുക എന്ന് പറയുമ്പോൾ എയറിലാണ് നമ്മൾ പറയുക, സാധാരണ നമ്മളെ സ്ഥലത്ത് വയ്ക്കുക. അത് മാറി ഗ്ലാസ്സിലാവാം, ലിക്വിഡിലാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാട്ടറിലാവാം. അപ്പോൾ ഇത് എവിടെയാണോ ഇരിക്കുന്നത് ആ മീഡിയത്തിനെയും കൂടി ഈ തമ്മിലുള്ള ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നർത്ഥം. അപ്പോൾ 3 കാര്യങ്ങളെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുക. ഇപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2, രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ബൈ r² എന്ന് പറയും. ഈ പ്രൊപ്പോർഷണാലിറ്റി കളയാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദിസ് കോൺസ്റ്റന്റ് K, ഈ കോൺസ്റ്റന്റ് K ആണ് മീഡിയത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്ന കോൺസ്റ്റന്റ്. അത് ഫ്രീ സ്പേസ്, അതായത് എയർ അല്ലെങ്കിൽ വാക്വത്തിനെയാണ് നമ്മൾ ഫ്രീ സ്പേസ് എന്ന് പറയുക. ഈ ഫ്രീ സ്പേസിൽ കെയുടെ വാല്യൂ ആയിരിക്കില്ല ഗ്ലാസ് എന്ന് പറയുന്ന മറ്റൊരു മീഡിയത്തില്, എയർ മറ്റേ വാട്ടർ എന്ന് പറയുന്ന മറ്റൊരു മീഡിയത്തില്, അല്ലെങ്കിൽ ലിക്വിഡ് എന്ന് പറയുന്ന മറ്റൊരു മീഡിയത്തിൽ. ഇതിലെല്ലാം ഈ കെയുടെ വാല്യൂ വ്യത്യാസമുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ കെയിന് നമ്മൾ പറയുക ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ് ഓർ കൂളം കോൺസ്റ്റന്റ് എന്നാണ് പറയുക. ഓക്കെ, എഫ് ഇസ് ഈക്വൽ ടു കെ Q1 Q2 ബൈ r². ഇതാണ് കൂളംസ് ലോ എന്ന് പറയാം. അപ്പോൾ ഇനി ഞാൻ ഡെഫിനിഷൻ എന്ന് പറയാം. ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ, ദാറ്റ് മീൻസ് attraction or repulsion, depends on the nature of the forces, nature of the charges between 2 point electric charges, is directly proportional to the product of the charges, inversely proportional to the square of the distance between them, and acts along the line joining the 2 charges. ഈ ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് ആ Q1 ഉം Q2 ഉം തമ്മിലുള്ള ആ സ്ട്രെയിറ്റ് ലൈനിലൂടെ ആയിരിക്കും. That is, F is directly proportional to Q1 Q2 by r², or F is equal to K Q1 Q2 by r², where K is a constant called the electrostatic constant or force constant, Coulomb's constant എന്ന് പറഞ്ഞു. നമുക്കറിയാം ഈ കെയുടെ വാല്യൂ പൊതുവെ നമ്മൾ മീഡിയം പറയുമ്പോൾ ഫ്രീ സ്പേസ് എയർ ആണ് നമ്മൾ കോമൺ ആയിട്ട് പറയുക. അതുകൊണ്ട് തന്നെ എയർ അല്ലെങ്കിൽ വാക്വം, അത് രണ്ടും ഒറ്റ ഇതായിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ ഇൻ വാക്വം ഈ കെയുടെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് 1/4π എപ്സിലോൺ 0. എപ്സിലോൺ എന്ന് പറയുന്നതിന് നമ്മൾ പെർമിറ്റിവിറ്റി എന്നാണ് പറയുക. അത് 0 ആയി കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാണ് പറയുക. Okay, അപ്പോൾ what is the value of K in free space? Or that means free space means air or vacuum. 1/4π epsilon 0. Epsilon 0 is the permittivity of free space. ഇനി ഇത് വേറൊരു മീഡിയത്തിലാണെങ്കിലോ ഇറ്റ് ഈസ് എന്തായിരിക്കും? അത് വേറൊരു മീഡിയത്തിലാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? 1/4π epsilon 0 അല്ലേ? 1/4π epsilon വേറൊരു മീഡിയത്തിലാണെങ്കിൽ എപ്സിലോൺ എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ആ എപ്സിലോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ പെർമിറ്റിവിറ്റി ഓഫ് ദി ഡൈഇലക്ട്രിക് മീഡിയം. ആ ഡൈഇലക്ട്രിക് മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മീഡിയത്തിന് ഇവിടെ നമുക്ക് ഒരു പുതിയ ടേമും കൂടി ഡിഫൈൻ ചെയ്യേണ്ടി വരും. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. എന്താണ്
റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു ദി പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ് ഓർ അപ്സലോൺ ആർ അല്ലെങ്കിൽ കെ, രണ്ട് പേരിലാണ് പറയപ്പെടുക. കെ എന്ന് വെച്ചാൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓർ എപ്സിലോൺ ആർ എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ദാറ്റ് ഈസ് what is the relative permittivity? It is the ratio of epsilon. And what is epsilon? Permittivity of the medium to the permittivity in free space. അതായത് ഒരു ഇപ്പോൾ നമ്മൾ Q1 Q2 ഒരു വാട്ടർ എന്ന് പറയുന്ന മീഡിയത്തിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ മീഡിയത്തിലുള്ള ഫോഴ്സ് എത്ര തന്നെയാണ്, അതും നമ്മുടെ ഫ്രീ സ്പേസിലുള്ള ഫോഴ്സ് നമ്മളൊരു കമ്പാരിസൺ പോലെയാണ് ഈ കേസ്. That means epsilon r is equal to epsilon by epsilon 0. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്തെഴുതാം? വാക്വത്തിലെ ഫോഴ്സ് എന്തെഴുതാം? ഓൾറെഡി പറഞ്ഞതനുസരിച്ച് 1/4 epsilon 0 അല്ലേ, 1/4 epsilon 0 Q1 Q2 ഡിവൈഡഡ് ബൈ എന്ത് വരും? Q1 Q2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ. അതാണ് എന്തിൻ്റെ കേസിൽ വരിക? നമുക്ക് ഈ ഒരു ഫ്രീ സ്പേസിൻ്റെ കേസിൽ. അപ്പോൾ 1/4 epsilon 0 Q1 Q2 by r square. Then in medium, F is equal to what? 1/4 epsilon. Epsilon എന്ന് പറയുന്നത് എന്താണ്? Epsilon is the, അല്ലേ, ഇവിടെ നമ്മൾ ഈ ഇക്വേഷനിൽ നിന്ന് എപ്സിലോൺ എടുക്കുമ്പോൾ ഈ എപ്സിലോൺ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് എന്താവും? epsilon 0 epsilon r എന്ന് വരും. അപ്പോൾ വാട്ട് ഈസ് എഫ് ഇൻ മീഡിയം? 1/4 epsilon വരെ നമ്മൾ എന്ത് കൊടുക്കും? epsilon 0 epsilon r Q1 Q2 by r square എന്ന് വരും. This is the force in medium. Okay, Coulomb's force എന്നാണ് ഈ ഫോഴ്സ് പറയാം. What is the value of epsilon? It is 8.8542 into 10⁻⁻12 Coulomb square per Newton per meter square. This is the value. നമ്മൾ പക്ഷേ പൊതുവെ എടുക്കുക 1/4 epsilon 0ന്റെ വാല്യൂ ആണ് എടുക്കുക. കോമൺ ആയിട്ട് നമ്മൾ എടുക്കുന്ന ഈ വാല്യൂ ആണ്. 1/4 epsilon 0 is equal to what? 9 into 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ കൂളംസ് ലോ എന്ന് പറയാം. അപ്പോൾ കൂളംസ് ലോ എന്ന് പറയുന്നത് രണ്ട് പോയിന്റ് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൾഷനോ ആണ്. ഈ രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൾഷൻ എന്ന് പറയുന്നത് which is directly proportional to the product of the charges. It is inversely proportional to the square of the distance between them, and the equation is 1/4 epsilon 0. അതിൽ നമ്മൾ k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അത് മീഡിയത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. അത് ഫ്രീ സ്പേസിലാണെങ്കിൽ 1/4 epsilon 0 എന്ന് പറയും. എല്ലാ മീഡിയത്തിലാണെങ്കിൽ അത് 1/4 epsilon 0 epsilon r അല്ലെങ്കിൽ 1/4 epsilon. ഇത്രയുമാണ് നമ്മുടെ കൂളംസ് ലോയിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുക കൂളംസ് ലോയിൽ എന്താണ്? കൂളംസ് ലോയിലെ വെക്ടർ ഫോമാണ്. എന്താണ് കൂളംസ് ലോയിൽ വെക്ടർ ഫോം? നമ്മൾ ഇത്രയും നേരം ഞാൻ ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എഫ് ഈക്വൽ ടു 1/4 epsilon 0 Q1 Q2 by r square. നമുക്കറിയാം ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഡയറക്ഷനും ഉണ്ടാവും. അപ്പോൾ കൂളംസ് ലോ ഇൻ വെക്ടർ ഫോം എന്ന് പറയുന്നത് ഈ ഫോഴ്സിനെ നമ്മൾ വെക്ടറായിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു രണ്ട് പോയിന്റ് ചാർജസ് എടുത്തു കഴിഞ്ഞപ്പോൾ Q1ഉം Q2ഉം തമ്മിലുള്ള ഫോഴ്സസ് എന്ന് പറഞ്ഞു, അതായത് Q1 Q2യിലേക്കും Q2 Q1ലേക്കും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വെക്ടർ ഫോമിൽ നമ്മൾ പഠിച്ച എഫ് ഇസ് ഈക്വൽ ടു 1/4 epsilon 0 എന്ന് പറയുന്നത് ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡായിരുന്നു. ഈ മാഗ്നിറ്റ്യൂഡിന്റെ കൂടെ ആ ഫോഴ്സിന്റെ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടർ കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ അതിന് ഡയറക്ഷനോട് കൂടിയ വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ട് ഫോഴ്സ് മാറും. അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയാണ് ഈ കൂളംസ് ലോയിൽ. അതിനുവേണ്ടി നമ്മൾ ആദ്യം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പോയിന്റ് ചാർജ് +Q1 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ചാർജ് കൺസിഡർ ചെയ്യുന്നു. അതിനപ്പുറത്തായിട്ട് 6 ഡിസ്റ്റൻസിൽ Q2 എന്ന് പറയുന്ന മറ്റൊരു ചാർജസ് കൺസിഡർ ചെയ്യുന്നു.
നമുക്കറിയാം ഈ രണ്ട് ചാർജും പോസിറ്റീവ് ചാർജാണ്. അതിനർത്ഥം ഇത് തമ്മിൽ എപ്പോഴും റിപ്പൾസീവ് ഫോഴ്സ് ആണ്. അതായത് ഈ Q1ലേക്ക് Q2 ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും ഫ്രം. അപ്പോൾ എങ്ങനെയായിരിക്കും? Q1നെ നമ്മൾ ലെഫ്റ്റ് ഡയറക്ഷനിലേക്ക് തള്ളും. Q2ലേക്ക് Q1 ഒരു ഫോഴ്സ് കൊടുക്കും. അപ്പോൾ ഈ Q2നെ നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് സൈഡിലേക്ക് തള്ളും. അപ്പോൾ രണ്ട് ഫോഴ്സസ് ഉണ്ട്. എന്താണ്? F12 F12 ആൻഡ് F21. അതായത് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് F12 ദാറ്റ് ഈസ് ദ ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2. രണ്ടാമത്തെ എന്താണ്? F21 ദാറ്റ് ഈസ് ഫോഴ്സ് ഓൺ Q2 ഡ്യൂ ടു Q1. ഓക്കെ, രണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കുക, രണ്ടും അകന്ന് പോകുന്നതാണ്. കാരണം ഈ രണ്ടും ലൈറ്റ് ചാർജസ് ആയതുകൊണ്ട് റിപ്പൾഷനാണ്. ഇവിടെ നമ്മളൊരു വെക്ടർ കൺസിഡർ ചെയ്യുന്നുണ്ട്. രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ഒന്ന് R12 എന്ന് പറയുന്ന വെക്ടർ, ദാറ്റ് ഈസ് ദ ഇനീഷ്യൽ പോയിന്റ് 1ലും ഫൈനൽ പോയിന്റ് 2ലും വരുന്നത്. ദാറ്റ് ഈസ് ദ പൊസിഷൻ വെക്ടർ ഫ്രോം 1 to 2. ഇവിടം മുതൽ ഇവിടം വരെയുള്ള വെക്ടറാണ് ആക്ച്വലി അത്. ഈ R എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷൻ മാത്രം സൂചിപ്പിക്കുന്ന ഒരു യൂണിറ്റ് വെക്ടർ ആയിട്ടാണ് നമ്മൾ R12 എടുക്കുക. എന്ന് വെച്ചാൽ Q1 മുതൽ Q2 വരെയുള്ള ഒരു വലിയ വെക്ടറിന്റെ ഒരു യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടർ, അതാണ് ഈ R12 എന്ന് പറയുന്നത്. അപ്പൊ R12 എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ഫ്രം 1 to 2 ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്തും പറയാം, അനദർ യൂണിറ്റ് വെക്ടർ ഫ്രം Q2 to Q1 എന്താ പറയാം? R21 എന്ന് പറയുക. കറക്റ്റ് അല്ലേ? അപ്പോൾ R12 is the unit vector from 1 to 2 and R21 is the unit vector from 2 to 1. Okay, and what is F12? That is the force on Q1 due to Q2. And what is F21? Force on Q2 due to Q1. Again, നമ്മൾ വീണ്ടും രണ്ട് നെഗറ്റീവ് ചാർജസ് കൺസിഡർ ചെയ്യുന്നു. -Q1 -Q2. ഇത് തമ്മിലും എന്തുണ്ടാവും? ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഇത് രണ്ടും ലൈക്ക് ചാർജസ് ആണ്. ഇതേപോലെ തന്നെ ഒരു ഫോഴ്സ് ഇവിടെയും ഉണ്ടാവുമല്ലോ അല്ലേ? അവിടെയും എന്ത് തന്നെ ഉണ്ടാവും? ഇവിടെയും F12 ലെഫ്റ്റ് സൈഡിലേക്കും F21 റൈറ്റ് സൈഡിലേക്കും. കാരണം ഇത് തമ്മിൽ, ഈ രണ്ടും തമ്മിലൊരു റിപ്പൾസീവ് ഫോഴ്സ് ആണ്. അപ്പോൾ what is F12? It is the force on Q1 due to Q2. And what is F21? Force on Q2 due to Q1. ആ F12ന്റെ അതേ ഡയറക്ഷനിൽ വരുന്ന വെക്ടർ ഏതായിരിക്കും? Q2 മുതൽ Q1 വരെയുള്ള വെക്ടർ. അതിന് നമുക്ക് R21 എന്ന് വിളിക്കാം. ഈ R12 ഇവിടെ കാണിച്ചിരിക്കുന്നത് ഏതാ? 1 to 2. അതായത് 1 മുതൽ 2 വരെയുള്ള വെക്ടർ R21 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ യൂണിറ്റ് വെക്ടർ ഫ്രം 1 to 2. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുക, വാട്ട് ഈസ് F12? വാട്ട് ഈസ് F12? ആദ്യത്തെ കേസിൽ F12 എന്താണ്? നമുക്കറിയാം F12 എന്ന് പറയുന്നത്, ഓക്കെ, F12 എന്ന് പറയുന്നത് ഈ ഫോഴ്സ് ആണ്, ഈ കാണിച്ചിരിക്കുന്ന ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2. സോ F12 അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് 1/4πε0 Q1 Q2 R². ഇനി ഈ F12 എന്ന് പറയുന്ന ഈ ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ വെക്ടർ ഏതാ ശരിക്കും? 2 മുതൽ 1 വരെയുള്ള വെക്ടർ. ദാറ്റ് ഈസ് ദ യൂണിറ്റ് വെക്ടർ ഫ്രം 2 to 1. ദാറ്റ് ഈസ് R21. കിട്ടിയോ? അപ്പോൾ F12 എന്ന് പറയുന്ന ഈ വെക്ടറിന്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് വെക്ടർ ആണ് R21. അപ്പൊ ഈ R21 കൊണ്ട് ഈ മാഗ്നിറ്റ്യൂഡ്, ദിസ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ്, ഈ മാഗ്നിറ്റ്യൂഡിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ ഈ F12 എന്ന് പറയുന്ന വെക്ടറായി. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമുക്ക് F21 കണ്ടുപിടിച്ചൂടെ? ദിസ് ഈസ് F21. വാട്ട് ഈസ് F21? ഫോഴ്സ് ഓൺ Q2 ഡ്യൂ ടു Q1. ആ F21ന്റെ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടർ ഏതാ? R12. സോ വാട്ട് ഈസ് F21? 1/4πε0 Q1 Q2 R². ദിസ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ്. അതിന്റെ കൂടെ നമ്മൾ ഏത് F21ന്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ മൾട്ടിപ്ലൈ ചെയ്ത് R21. ഓക്കെ, അപ്പോൾ റിപ്പൾസീവ് ഫോഴ്സ് ആണെങ്കിൽ ഇവിടെ F12 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/4πε0 Q1 Q2 R² R21. ആൻഡ് അതേപോലെ തന്നെ F21 എന്തായിരിക്കും? 1/4πε0 Q1 Q2 R² R12.
പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ലൈന് ഒരെണ്ണം 1 to 2 ആണ്, മറ്റൊന്ന് 2 to 1 ആണ്. എന്ന് വെച്ചാൽ R12 എന്ന് പറയുന്നത് ഇനീഷ്യൽ പോയിന്റ് Q1ഉം ഫൈനൽ പോയിന്റ് Q2 ആണ്. R21 എന്റെയോ ഇനീഷ്യൽ പോയിന്റ് 2ഉം മറ്റത് 1ഉം ആണ്. അപ്പൊ എന്തായാലും ഈ രണ്ട് R12ഉം R2ഉം നെഗറ്റീവ് വെക്ടേഴ്സ് ആണ്. പക്ഷേ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണ്, ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നുള്ളതിൽ നമുക്ക് എന്തും കൂടി ഒരു കൺക്ലൂഷനിലെത്താം. R12 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് R21 എന്നുള്ള കണ്ടീഷൻ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമ്മളിനി ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്ത രണ്ടും പോസിറ്റീവ് ചാർജ് ആയിരുന്നു. നമ്മൾ ഇനി ഒരു നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും കൂടി കൺസിഡർ ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഒരു പ്ലസ് Q1ഉം ഒരു മൈനസ് Q2ഉം ഇത് തമ്മിൽ ഒരു R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് F12 അല്ലേ? അപ്പൊ ഇവിടെ ഒരു പ്ലസ് Q1 എന്ന് പറയുന്ന ചാർജ്, ഇവിടെ ഒരു മൈനസ് Q2 എന്ന് പറയുന്ന ചാർജ്. സോ ദേ ആർ അൺലൈക്ക് ചാർജസ്. അൺലൈക്ക് ചാർജ് ഓൾവേസ് അട്രാക്ട്. അപ്പൊ അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങോട്ടൊക്കെ ആയിരിക്കും? അപ്പോൾ F12 ഇസ് ദ ഫോഴ്സ് ആക്ടിങ്. F12 എന്ന് പറയുന്ന ഫോഴ്സ് എപ്പോഴും എങ്ങോട്ടായിരിക്കും? 1ൽ നിന്ന് 2ലേക്ക്. F21 എന്ന് പറയുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? 2ൽ നിന്ന് 1ലേക്ക്. ഓക്കെ, അപ്പോ വാട്ട് ഈസ് ദ ഡയറക്ഷൻ? 1ന്റെ ഡയറക്ഷൻ, 1ൽ നിന്ന് 2ലേക്കുള്ള ഡയറക്ഷൻ സൂചിപ്പിക്കുന്ന യൂണിറ്റ് വെക്ടർ ആണ് എന്ത്? R21. അതേപോലെ തന്നെ 2ൽ നിന്ന് 1ലേക്ക് സൂചിപ്പിക്കുന്ന എന്താണ്? R21. അപ്പോൾ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഇൻ വാക്വം? വാട്ട് ഈസ് ദ ഇക്വേഷൻ? വാട്ട് ഈസ് F12? F12ന്റെ അതേ ഡയറക്ഷനിൽ വരുന്ന ഏതാ യൂണിറ്റ് വെക്ടർ? R12. ദാറ്റ് ഈസ് 1/4πε0 Q1 Q2 by R square into R12. And what is R2? അടുത്തത് എന്ത് വരും? What is F21? F21ന്റെ വാല്യൂ എത്രയാ? 1/4πε0 Q1 Q2 by R square into what is the F21ന്റെ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടർ ഏതാ? R21. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ മാഗ്നിറ്റ്യൂഡിനെ ആ യൂണിറ്റ് വെക്ടർ, ആ ഫോഴ്സിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ഫോഴ്സ് എന്ന് പറയുന്ന വെക്ടർ കിട്ടും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഒരു രണ്ട് ലൈക്ക് ചാർജസ് തമ്മിലുള്ള ഫോഴ്സസിനെ എടുത്തു വെച്ചു. ഇനി അടുത്തത് നമ്മൾ വാക്വത്തിൽ, അതായത് നമ്മൾ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജസും തമ്മിലുള്ള ഫോഴ്സസിനെ എടുത്തു വെച്ചു. ഓക്കെ, ഇനി നമ്മൾ കൂളംസ് ലോ അനുസരിച്ച് എന്ത് ചെയ്യാൻ പോവുകയാണ്? നമ്മളൊരു കണ്ടീഷനും കൂടി എടുക്കുകയാണ്. അതായത് കൂളംസ് ലോ അനുസരിച്ച് നമ്മൾ ആദ്യം പറഞ്ഞ കേസ് F12 എന്തായിരുന്നു? ഫസ്റ്റ് കേസ്, അതായത് ഒരേപോലത്തെ പോസിറ്റീവ് ചാർജസിന്റെ F12 എന്തായിരുന്നു? 1/4πε0 Q1 Q2 by R square into R12. അതേപോലെ തന്നെ ആദ്യത്തെ കേസാണ് ഞാൻ പറയുക. F12 is equal to 1/4πε0 Q1 Q2 by R square into ഇതെന്തായിരുന്നു? R12 is equal to minus R21 എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ R12ന് പകരം എന്ത് കൊടുത്തു ഇവിടെ? മൈനസ് R21, കാരണം they are negative vectors. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? എഫ് മൈനസ്, ഈ ടേം മൈനസ് ആയപ്പോൾ ഈ ടേം മൊത്തം നെഗറ്റീവ് ആയില്ലേ? അപ്പോൾ മൈനസ് 1/4πε0 Q1 Q2 by R square into R21. ഈ വാല്യൂ ഏതാ? ദിസ് ഈസ് മൈനസ് F21. കറക്റ്റ് അല്ലേ? 1/4πε0 Q1 Q2 by R square R21 എന്ന് വെച്ചാൽ F21 അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടി? Therefore F12 is equal to minus F21. That is equal and opposite forces are equal but opposite എന്നുള്ള കൂളംസ് ലോയുടെ ഒരു പ്രൂഫ് ആയിട്ട് നമുക്ക് ഈ ഇക്വേഷൻ മാറുക. That is the vector F12 is equal to minus F21. അതായത് ഈ ഫോഴ്സസ് എപ്പോഴും ഈക്വൽ ആണ് ബട്ട് ഓപ്പോസിറ്റ് ആണെന്നുള്ള കണ്ടീഷൻ നമുക്ക് കിട്ടും. ഇതാണ് കൂളംസ് ലോ ഇൻ വെക്ടർ ഫോം. വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളതാണ് പലപ്പോഴും കൂളംസ് ലോ പറയുക. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങൾ കൂളംസ് ലോയിൽ നിന്ന് പഠിച്ചത് മാഗ്നിറ്റ്യൂഡ് ആയിരുന്നു. ആ മാഗ്നിറ്റ്യൂഡിന്റെ കൂടെ ഒരു യൂണിറ്റ് വെക്ടറും കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അത് ഫോഴ്സ് എന്ന് പറയുന്ന വെക്ടറായി. അതിൻ്റെ ഇക്വേഷൻസ് നമ്മളൊന്ന് പഠിച്ചൊന്നു മാത്രം. ഇനി നമ്മൾ ആ ഫോഴ്സ് ഇവിടെ നമ്മൾ കൂളംസ് ലോയിൽ നിന്ന് പഠിച്ച ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മളൊരു 1/4πε0 Q1 Q2 by R square എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് നമ്മൾ കൂളംബ് എന്ന് പറയുന്ന ഒരു യൂണിറ്റിന് ഡിഫൈൻ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് എന്താണ്? കൂളമാണ്. കൂളം എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്റെ പേരിൽ തന്നെയാണ് നമ്മൾ എന്തെടുക്കുക? ഈ യൂണിറ്റും ഡിഫൈൻ ചെയ്തിരിക്കുക. അപ്പോൾ SI സിസ്റ്റം ദ യൂണിറ്റ് ഓഫ് ചാർജ് ഈസ് കൂളം.
ഇനി 1 കൂളം ചാർജ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ 1/4πε0 എന്ന് തന്നെ എടുക്കാം. ഇപ്പോൾ εr വേണ്ടെങ്കിൽ 1/4πε0 Q1 Q2/r². ഇതിൽ നമ്മൾ Q1 1 ആക്കി R 1 ആക്കി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? F is equal to 1/4πε0 എത്രയാണ്? 9 × 10⁹ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം 1 കൂളം ചാർജിനെ? 1 കൂളം ചാർജ്, അതായത് നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷനിലെ 1/4πε0 Q1 Q2/r²ലെ 1/4πε0ന്റെ വാല്യൂ ആയിരുന്നു 9 × 10⁹. Q1 ഉം Q2 ഉം 1 ആക്കി, R ഉം 1 ആക്കി. അപ്പോൾ ഈ F ഈ 9 × 10⁹ എന്ന് പറയുന്ന 1/4πε0 ഇക്വലന്റ് ആയില്ലേ? അങ്ങനെ നമ്മൾ ഇത് 1 ആക്കി. ഈ വാല്യൂ ഫോഴ്സ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ 1 കൂളം ചാർജിനെ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്? 1 കൂളം ചാർജ് ഈസ് ദാറ്റ് ചാർജ് which when placed at rest in vacuum, കാരണം ε0 ആണ് നമ്മൾ എടുത്തിരിക്കുക. ഇവിടെ εr ആണ് ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്ന ε0 തന്നെയാണ്. which placed in vacuum at a distance of 1 meter from an equal and similar stationary charge repels it and repelled it by with a force of 9 × 10⁹ Newton. അതായത് ഫോഴ്സ് എന്ന് പറയുന്നത് 9 × 10⁹ ന്യൂട്ടൺ വരുമ്പോൾ അത് തമ്മിലുള്ള ചാർജ് R 1 മീറ്റർ ആകുമ്പോൾ അവിടെ ഉള്ള ചാർജ് എത്രയാണോ അതാണ് 1 കൂളം ചാർജ്. അത്രയുമാണ് നമ്മളുടെ കൂളംസ് ലോയിൽ പറയുക. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുക ഒരു സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയാം? വേറൊന്നുമില്ല, നമ്മൾ അതിനു വേണ്ടി Q1 എന്ന് പറയുന്ന ഒരു ചാർജ്, ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞപ്പോൾ Q1ൻ്റെ അടുത്തൊരൊറ്റ ചാർജ് ഉണ്ടായിരുന്നു Q2. അപ്പോൾ Q1ലേക്ക് ആ Q2 ആണ് ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നത്. ഇവിടെ നമ്മൾ പറയുമ്പോൾ Q1ൻ്റെ ചുറ്റും Q2 ഉണ്ട്, Q3 ഉണ്ട്, Q4 ഉണ്ട്, Q5 ഉണ്ട്. 5 ചാർജസ്, അതായത് മൊത്തം Q1ന് ചുറ്റും 4 ചാർജസ് ആണുള്ളത്. ഇത് തമ്മിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ Q2 Q1ലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും, ആൻഡ് ദാറ്റ് ഈസ് F12. Q3 Q1ലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും, ദാറ്റ് ഈസ് F13. Q4 Q1ലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും, ദാറ്റ് ഈസ് F14. Q5 Q1ലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും, ദാറ്റ് ഈസ് F15. ഈ Q1ലേക്ക് എല്ലാവരും കൂടി ഒരു ഫോഴ്സ് കൊടുത്താൽ Q1ൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും കൊടുക്കുന്ന ഫോഴ്സിന്റെ സമ്മായിരിക്കും. ഇത്രേ ഉള്ളൂ. അതായത് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ Q1, അതിൻ്റെ ചുറ്റും Q2, Q3, Q4, Q5. So what is F12? The force on Q1 due to Q2. And what is F13? Force on Q3 due to force on Q1 due to Q3. And what is Q4? F14? Force on Q1 due to Q4. And what is F15? Force on Q1 due to Q5. ഇങ്ങനെ 4 ഫോഴ്സസും ഈ Q1ൽ ആക്ട് ചെയ്യുമെങ്കിൽ അതിൻ്റെ സം എന്ന് പറയുന്നത്, അതിൽ ആക്ട് ചെയ്യപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് എത്രയായിരിക്കും? ഈ എല്ലാ ഫോഴ്സിൻ്റെയും കൂടി സം ആയിരിക്കും. ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുക. വാട്ട് ഈസ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ? ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ഒരു ചാർജിൻ്റെ തൊട്ടടുത്ത് Q1 മാത്രമേ ഉണ്ടായുള്ളൂ. ആ Q1 ആണ് Q1ലേക്ക്, Q2 ആണ് Q1ലേക്ക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട്. ഇവിടെ അങ്ങനെയല്ല, 4 ചാർജസ് ഉണ്ട്. 4 പേരും Q1ലേക്ക് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ Q1ൽ കിട്ടുന്നത് ഈ 4 പേരുടെയും കൂടി സം ആയിരിക്കും. So what is the superposition principle? The electrostatic force experienced by a charge due to other charge is the vector sum of electrostatic forces due to these other charges as if they are existing individually. ഓരോ ഇൻഡിവിജ്വൽ ഫോഴ്സസും ഉള്ള പോലെ തന്നെ ടോട്ടൽ ചാർജ് ആയിരിക്കും കിട്ടുക എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. നമ്മുടെ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ 2 പ്രധാന കാര്യങ്ങളാണ് ഇന്നിവിടെ പറഞ്ഞത്. ഒന്ന് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പും അതുപോലെ തന്നെ കൂളംസ് ലോയും, കൂളംസ് ലോ ഇൻ വെക്ടർ ഫോമും, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളും. എല്ലാവരും ക്ലാസ് കൃത്യമായി ശ്രദ്ധിക്കുക, വാച്ച് ചെയ്യുക, പഠിക്കുക. താങ്ക് യു.